السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. ഏറെ സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ പുണ്യങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഈ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. റമദാൻ വന്നിട്ടും അത് കഴിഞ്ഞു പോയിട്ടും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം അവൻ്റെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുകയാണ്. ജീവിതത്തിൽ ഒരുപാട് ചെറുതും വലുതുമായ പാപങ്ങൾ നമുക്കെല്ലാം സംഭവിച്ചിരിക്കാം. ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടേണ്ട ഒരു പവിത്രമായ മാസത്തിലാണ് നമ്മളുള്ളത്. വിശ്വാസികൾ ആ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ആ തെറ്റുകൾ പലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ചാൽ ആ തെറ്റുകളിൽ നിന്ന് മടങ്ങാൻ പലർക്കും സാധിക്കാതെ വരാറുണ്ട്. ആ തെറ്റുകളിൽ നിന്നെങ്ങനെ പശ്ചാത്തപിക്കും? ഒരു പക്ഷേ മനസ്സിനെ അലട്ടുന്നത് ആ തിന്മകൾ വീണ്ടും ചെയ്യാൻ അവസരം കിട്ടിയാൽ ഇനിയും അതിനേക്കാൾ മനോഹരമായി ആ തിന്മകൾ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും പല രൂപത്തിലും തിന്മകൾ ചെയ്യുന്ന ആളുകൾ. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പഠിപ്പിച്ചത് മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴ്ത്തും ഓരോ തിന്മകളും എന്നാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ അവൻ തെറ്റു ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിലുണ്ടാകും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ കറുത്ത പുള്ളി മായ്ഞ്ഞു പോകണമെങ്കിൽ ഫഇൻ താബ, അങ്ങനെ അവൻ തൗബ ചെയ്താൽ, ഫനസഅ, അങ്ങനെ അതിൽ നിന്ന് ആ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു, ഫസ്തഅഫറ, അവൻ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയും ചെയ്തു, അങ്ങനെയാണെങ്കിൽ അവന്റെ ഫനുഖിള ഖൽബുഹു, അവന്റെ ഹൃദയം അല്ലാഹു ശുദ്ധീകരിക്കും. ഫഇൻ സാദത് സാദതുഹു, ഇനി അവൻ ആ തിന്മകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവന്റെ ആ കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ അത് വലുതായി അവന്റെ തിന്മകൾ ആ കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ ആകെ മൂടുകയും അവൻ തെറ്റുകളിൽ നിന്ന് പിന്മാറാത്ത രൂപത്തിലേക്ക് അവൻ മാറുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ഒരു ആയത്ത് സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി, ഒരു കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അവന്റെ ജീവിതം കൊണ്ട്, കഴിഞ്ഞുപോയ ജീവിതത്തിൽ ചെറിയ ചെറിയ തിന്മകളും മാരകമായ തിന്മകളും ഒക്കെ, തെറ്റുകളും പാപങ്ങളും ഒക്കെ വന്നുപോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ അറിഞ്ഞും അറിയാതെയും പോയ ആ തിന്മകളൊക്കെ ഈ റമദാനിൽ പൊറുക്കപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് വലിയ ഒരു ആശ്വാസമേകുന്ന ഒരു വചനം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ച് തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിതത്തിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് അവർ നിരാശരായി പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു തരും. ഇന്നല്ലാഹ യഗ്ഫിറു ജമീഅൻ, യഗ്ഫിറു ദുനൂബ ജമീഅൻ, അവന്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും എന്നാണ്. നമ്മളേറെ വിശ്വാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാചകമാണ്. എത്ര തിന്മകൾ ചെയ്താലും പടച്ചവനെ, അതൊരു വലിയ പാപമാണല്ലോ, വലിയ തിന്മയാണല്ലോ, അതെങ്ങനെയാണ് റബ്ബ് പുറത്തു തരുന്നത്? അതെങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വിട്ടുവീഴ്ച തന്ന് ആ തിന്മകളെ തൊട്ട് അതിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നത് ഇങ്ങനെയാകും എന്ന് ചിന്തിച്ചു ബേജാറാകേണ്ടതില്ല. ആത്മാർത്ഥമായി തൗബ ചെയ്താൽ ആ തിന്മകളിൽ നിന്ന് അല്ലാഹു ശുദ്ധീകരിക്കുമെന്നാണ്. തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നസൂഹത്തായ ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് അവസരമുണ്ട് എന്നാണ്
പ്രവാചകന്റെ അടുക്കലേക്ക് ഹാമിദിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ കടന്നു വരികയാണ്. ആ സ്ത്രീ കടന്നു വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഞാൻ എന്നോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു, എനിക്കുള്ള ശിക്ഷ നടപ്പാക്കണം പ്രവാചകനെ എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ മടക്കി പറഞ്ഞയച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ആ സ്ത്രീ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഞാൻ എന്നോട് അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു, എനിക്കുള്ള ശിക്ഷ നടപ്പാക്കണം പ്രവാചകനെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയോട് പറയുന്നത്, ശരിയാണോ നീ പറയുന്നത്, വെറുതെ പറയുകയാണോ? ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, ഞാൻ വിവാഹിതയാണ്, ഒപ്പം ഞാൻ വ്യഭിചരിച്ചുകൊണ്ട് എനിക്ക് ഗർഭിണിയായ അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രവാചകനോട് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ മടക്കി പറഞ്ഞേക്ക്, നിന്റെ പ്രസവം കഴിഞ്ഞ് നീ തിരിച്ചു വാ എന്ന്. പ്രസവം കഴിഞ്ഞ് ആ കുട്ടിയെ ഒരു തുണിയിൽ പൊതിഞ്ഞെടുത്ത് പ്രവാചകന്റെ സന്നിധിയിലേക്ക് വീണ്ടും ആ സ്ത്രീ വരികയാണ്. എന്നിട്ട് പറയാണ്, വീണ്ടും ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു പ്രവാചകനെ, ഞാനിതാ പ്രസവിച്ച കുഞ്ഞിനെ ഇതാ പ്രവാചകന് നൽകാം, എന്നെ ശിക്ഷ നടപ്പിലാക്കണമെന്ന് പ്രവാചകനോട് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആ കുട്ടിയുടെ മുലകുടി പ്രായം കഴിയട്ടെ, എന്നിട്ട് നീ തിരിച്ചു വാ എന്ന് പറഞ്ഞു വീണ്ടും ആ സ്ത്രീയെ മടക്കി പറഞ്ഞയക്കുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് മുലകുടി പ്രായം കഴിഞ്ഞ് ആ സ്ത്രീ ആ കൈക്കുഞ്ഞുമായി വീണ്ടും പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. അന്ന് ആ കുട്ടിയുടെ കയ്യിൽ ഒരു അപ്പമുണ്ട് എന്നും ഒരു ഭക്ഷണത്തിന്റെ കഷ്ണവും വെച്ച് കൊടുത്തിട്ടാണ് ആ സ്ത്രീ വരുന്നത്. കാരണം ഈ കുട്ടി മുലകുടി പ്രായം കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം പ്രവാചകനോട് പറഞ്ഞു, മുലകുടി പ്രായം കഴിഞ്ഞിട്ടുണ്ട്, മുലകുടി നിർത്തിയിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കുട്ടി, എനിക്കുള്ള ശിക്ഷ നടപ്പിലാക്കണം, ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചുവരെ മൂടുന്ന ഒരു കുഴിയിലേക്ക് ആ സ്ത്രീയെ ഇറക്കി നിർത്തുകയാണ്. എന്നിട്ട് സ്വഹാബികളോട് കല്ലെടുത്തെറിയാൻ വേണ്ടി പറയുകയാണ്. വിവാഹിതയായ സ്ത്രീക്ക് എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷാ നിയമം, ഇസ്ലാമിന്റെ ശിക്ഷാ നിയമം നടപ്പിലാക്കുകയാണ്. സ്വഹാബികളെല്ലാം കല്ലെടുത്തെറിഞ്ഞു. ഖാലിദ് ബിൻ വലീദ് ആ സ്ത്രീയെ കല്ലെടുത്തെറിയുകയാണ്. ഒരു കല്ലെടുത്ത് ഖാലിദ് ബിൻ വലീദ് ആ സ്ത്രീയുടെ നേർക്കെറിഞ്ഞു. ആ സ്ത്രീയുടെ നെറ്റിയിൽ തട്ടി ചോര വാർന്നൊലിക്കുകയും ആ ചോര ഖാലിദ് ബിൻ വലീദിന്റെ നേരക്ക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തെറിക്കുകയും ചെയ്തപ്പോൾ ഖാലിദ് ബിൻ വലീദ് ആ സ്ത്രീയെ ചീത്ത പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല ഖാലിദിനെ ചീത്ത പറയാൻ പാടില്ല, കാരണം അവൾ തൗബ ചെയ്ത് മടങ്ങിയ സ്ത്രീയാണ്, ഇസ്ലാമിന്റെ ശിക്ഷാ നിയമം ഏറ്റുവാങ്ങിയ സ്ത്രീയാണ്. അവളുടെ തൗബ സ്വഹാബികളിൽ 70 പേരുടെ തൗബയോളം വരുന്ന തൗബയാണ്, അത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ഏതു തിന്മകൾക്കും അല്ലാഹുവിന്റെ മുമ്പിൽ പരിഹാരമുണ്ട്. പശ്ചാത്തപിച്ചു മടങ്ങിയാൽ, കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ കൊണ്ട് പ്രാർത്ഥിച്ചാൽ റബ്ബ് സ്വീകരിക്കാത്ത ഒരു തേട്ടവുമില്ല, ഇസ്തിഗ്ഫാറുമില്ല, ഒരു പശ്ചാത്താപവുമില്ല. ആ പശ്ചാത്താപത്തിന്റെ ദിവസങ്ങളും ദിനങ്ങളും നിമിഷങ്ങളുമാണ് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരൊറ്റ പാപവുമില്ലാതെ കറകളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ഈ റമദാൻ നമുക്ക് സഹായകമാകണം. തെറ്റുകളെല്ലാം ഉപേക്ഷിച്ച് ഇനി ആ തെറ്റിലേക്ക് ഞാൻ മടങ്ങില്ല. എത്ര അവസരം കിട്ടിയാലും, എത്ര സാധ്യതകൾ എൻ്റെ മുന്നിൽ തെളിഞ്ഞാലും, എത്ര അവസരങ്ങൾ എൻ്റെ മുന്നിൽ രൂപപ്പെട്ടു വന്നാലും ഒരു തിന്മകളിലേക്കും ഇനി ഞാൻ പോകില്ലെന്നും ആ തിന്മകളുടെ വാതിലുകളെല്ലാം ഇനി ഞാൻ കൊട്ടിയടക്കുമെന്നും തീർച്ചയാക്കി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ തിന്മകളിൽ നിന്ന് പശ്ചാത്തപിച്ച് അതെനിക്ക് ആത്മാർത്ഥമായി വന്നുപോയ തെറ്റാണെന്ന് എൻ്റെ ഹൃദയത്തെ ബോധ്യപ്പെടുത്തി അതിലേക്ക് മടങ്ങാതെ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ നമുക്ക് സാധിക്കണം. അത് കേവലം വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല. നമസ്കാരത്തിന് ശേഷം 3 തവണ നമ്മൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കാറുണ്ട്. അതൊക്കെ വെറും അതര വ്യായാമമായി മാറാറുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ചെയ്ത തെറ്റുകളൊന്നും കടന്നു വരാറില്ല. ആ തെറ്റുകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. അല്ലാഹുവിനോട് ഇനി ആ തെറ്റുകൾ ഞാൻ ചെയ്യില്ല എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ആ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് തെറ്റുകൾ ചെയ്യാത്ത ഒരു മനസ്സ്, അതിലേക്ക് തിരിഞ്ഞു പോകാത്ത ഒരു മനസ്സായി നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നല്ല ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ നാഥൻ നമ്മളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ തറാവീഹുകൾ, നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ എല്ലാം അല്ലാഹു സ്വീകരിക്കുന്ന കർമ്മങ്ങളായി അല്ലാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് പേർ പ്രയാസത്തിലാണ്,
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസികളായ ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേർ രോഗത്തിന്റെ അടിമകളായി മാറിയിരിക്കുന്നു റബ്ബേ. അവർക്കെല്ലാം ശിഫ നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കണേ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെ പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട ആളുകളുടെയും കബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപൂന്തോപ്പാക്കി മാറ്റി തരുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിങ്ങൾക്ക് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, ഐക്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.